ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിന്റെ പ്രമോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ മിത്ര ആര്യന് വേണ്ടി ഒരു കള്ളത്തരം ചെയ്യാനായിട്ട് പോയതായിരുന്നു കേട്ടോ. പക്ഷെ അച്യുതന്റെ കയ്യിൽ നൈസായിട്ട് പെട്ടിട്ടുണ്ട്. അവളോട് ആര്യം പറയുന്നുണ്ട്, മിത്ര ഈ സ്വർണം നമുക്ക് അവകാശപ്പെട്ടതല്ല. അപ്പോൾ നീ എന്തായാലും കൃഷ്ണമംഗലത്ത് പോയിട്ട് നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഈ സ്വർണം വെച്ചിട്ട് പോരണം. ഇനിയിപ്പോൾ അഥവാ അതവർ വാങ്ങിയിട്ടില്ലെങ്കിൽ നീ ആ പടിക്കൽ വെച്ചിട്ട് പോരണം. ഇതൊരിക്കലും നമുക്ക് അവകാശപ്പെട്ടതല്ല, അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അത് കേട്ടപ്പോൾ അവൾ മനസ്സോടെ പറയുന്നുണ്ട്, ഓക്കെ ആര്യ, ശരി, ഞാൻ അവിടെ വെച്ചിട്ട് വരാം എന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞെങ്കിലും മിത്ര ആര്യനോട് പറയാതൊരു കാര്യം ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ അവൾ നേരെ മീനാക്ഷിയുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. എന്നിട്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട്, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അത് കേട്ടപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, എന്താ കാര്യം, നീ പറ, ഞാൻ നോക്കാം, ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ മിത്ര താൻ ചെയ്യാൻ പോകുന്ന ഒരു കള്ളം പറയാണ്, ചേച്ചി ഞാൻ ഈ ഒരു സ്വർണം വിൽക്കാൻ പോവാണ്, എന്നിട്ട് ആ കിട്ടുന്ന പൈസ ഞാൻ ചേച്ചിക്ക് തരും, ചേച്ചി ഇത് കയ്യിൽ വെക്കണം, എന്നിട്ട് അത് ആര്യന് കൊടുക്കണം, ആര്യനോട് പറയണം ഞാൻ എൻ്റെ PF ലോൺ എടുത്തതാണെന്ന്, എന്നിട്ട് ആര്യനോട് ട്രാവൽ ഏജൻസി തുടങ്ങാൻ പറയണം എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അയ്യോ അതൊന്നും പറ്റില്ല, അതൊക്കെ എന്ത് വലിയ കള്ളതൊക്കെ പ്രശ്നമാവില്ലേ മിത്ര എന്നൊക്കെ ഇങ്ങനെ പേടിയോട് കൂടെ പറയാണ്. പക്ഷെ അവൾ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അവൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് എന്താണ് ഇത് ചെയ്തേ പറ്റൂ, ചേച്ചി എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ. അങ്ങനെ ഒടുവിൽ മീനാക്ഷി സമ്മതിക്കുകയാണ്, ഓക്കെ ഓക്കെ സമ്മതിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അവൾ അവിടുന്ന് ഈ ഒരു സ്വർണ്ണം വിൽക്കാനായിട്ടൊരു ഫിനാൻസ് കമ്പനിയിലേക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അത് അവൾക്ക് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ അച്യുതൻ്റെ ഒരു ബിനാമിയാണ് ആ ഒരു സ്വർണ്ണക്കട നടത്തുന്നത്. അത് ഇവൾക്ക് അറിയില്ല. അങ്ങനെ അവൾ സ്വർണ്ണം വിൽക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അച്യുതൻ അവളെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൾ അച്യുതനെ കാണുന്നൊന്നുമില്ല. അങ്ങനെ അവൾ ആ സ്വർണ്ണം അവിടെ വെച്ചിട്ട് പോകുന്ന സമയത്ത് അച്യുതൻ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്യുതന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, കാരണം മിത്രൻ്റെ കല്യാണം കഴിക്കാനായിട്ട് നമ്മളെടുത്ത് വെച്ച സ്വർണ്ണമാണ് ഇതെന്ന് അവന് മനസ്സിലായി. എന്തായാലും കറങ്ങി തിരിഞ്ഞ് തൻ്റെ കൈകളിൽ തന്നെ എത്തിയല്ലോ എന്നവൻ ഭാഗ്യത്തോടു കൂടെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. തൻ്റെ ഭാഗ്യം എന്നൊക്കെ അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അച്യുതൻ വിചാരിച്ചത് ആര്യൻ്റെ കയ്യിലുള്ള സ്വർണം അവൾ എന്തോ ഒരു ആവശ്യത്തിനായിട്ട് വിൽക്കാനോ പണയം വെക്കാനോ കൊണ്ടുവന്നതാണ് എന്നാണ് വിചാരിച്ചത്. അതിൽ കൂടുതലൊന്നും അച്യുതൻ അറിയില്ല. അങ്ങനെ അച്യുതൻ തന്റെ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, തൽക്കാലം ആ കുട്ടിക്ക് ഒരു റെസിപ്റ്റ് കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിട്, എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് സ്വർണം, അതായത് സ്വർണത്തിന്റെ പണം മേടിക്കാം എന്നൊക്കെ പറയുന്നത് ആ ഒരു സ്റ്റാഫിനോട് അച്യുതൻ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാഫ് കൊടുത്ത റെസിപ്റ്റ് വാങ്ങിയിട്ട് മിത്ര തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വൈകുന്നേരം വന്ന് പണം മേടിക്കാം എന്നൊരു മോഹം മനസ്സിൽ വെച്ചിട്ടാണ് അവൾ പോകുന്നത്. അച്യുതനാണെങ്കിൽ ആ സ്വർണം എടുത്ത് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവരെന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട് ആര്യൻ്റെയും മിത്രയുടെയും കാര്യത്തിലൊക്കെ. അങ്ങനെ ആ സ്വർണം തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ധർമ്മനെയും അനുവിനെയാണ് കേട്ടോ. ധർമ്മൻ എന്തൊക്കെയോ സംശയം അനുവിൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട് ധർമ്മൻ, മോളെ അനു, നീ ഇവിടെ ഹാപ്പി അല്ലേ, അലോക് നീ ആയിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ മാമ എനിക്കൊരു കുഴപ്പമില്ല, ഇത് എൻ്റെ വീട് തന്നെയല്ലേ, ഞാനും അലോക് ഒരു പ്രശ്നമില്ല, മാമൻ എന്താ എത്ര സംശയം, ഒരു പ്രശ്നമില്ല കേട്ടോ എന്നൊക്കെ അവളങ്ങനെ പറയാണ്. അതുപോലെ തന്നെ അവൾ പറയുന്നുണ്ട്, എനിക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും അലോക് വാങ്ങിത്തരും, അതുപോലെ എൻ്റെ ജീവനാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തിലാണ്. അതും പറഞ്ഞ് അവൾ അലോകിനെ വിളിച്ചിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് സ്നേഹത്തോടെ തോളിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, സന്തോഷമായി, മാമന് ഭയങ്കര സന്തോഷമായി, ഇത് കണ്ടാൽ മതി എന്ന് പറയാൻ കേട്ടോ. എന്തായാലും അനുവിൻ്റെ അലോകിൻ്റെ കാര്യം കുറച്ച് ബോറായിട്ട് വരുന്നുണ്ട് അല്ലേ, നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിലും കുറച്ചൊരു എന്താ പറയുക, സങ്കടകരമായ കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് കേട്ടോ. അതായത് മിത്ര സ്വർണം കൊണ്ട് ചെന്നത് അച്യുതൻ്റെ മുന്നിലേക്കാണല്ലോ. അച്യുതൻ അത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അച്യുതൻ കൃഷ്ണമംഗലക്കാരെയും ദേവമംഗലക്കാരെയും ഒക്കെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് ബാലന് നാണം കെടുത്തുകയാണ് കേട്ടോ. എന്താണിത്, കോമഡി സ്റ്റോറിൽ ഇപ്പം കുറച്ചൊരു ബാക്കോട്ടാണല്ലോ കച്ചവടം നടക്കുന്നത്, അതുകൊണ്ട് തന്നെ മരുമകളുടെ സ്വർണ്ണം വിറ്റിട്ടാണോ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ നടത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് പരസ്യമായിട്ട് ബാലനെ നാണം കെടുത്താണ് കേട്ടോ. ഇതെല്ലാം കേട്ടപ്പോൾ ബാലൻ്റെ മക്കൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വഴക്കാവാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് അനന്തനും നന്ദിതയും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. മിത്രയാണെങ്കിൽ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൾ ഓട്ടോയിൽ വീട്ടിലേക്ക് വരാണ് കേട്ടോ. മീനു അതേപോലെ തന്നെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ വീട്ടിൽ ഒത്തുചേരാണ് കേട്ടോ. അപ്പോഴാണല്ലോ ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനന്തനും നന്ദിതയും എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്യുതൻ ഈ സ്വർണ്ണം എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയില്ല ഈ സ്വർണം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിത പറയുന്നുണ്ട്, അതെ, നമ്മൾ മിത്രയ്ക്ക് കൊടുത്ത സ്വർണ്ണമല്ലേ ഇത്. അത് കേട്ടപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, കൊടുത്തതോ, അവരടിച്ചോണ്ട് പോയതല്ലേ, ആ സ്വർണ്ണമാണിത്. അത് കേട്ടപ്പോൾ അവർ ഷോക്കാവുന്നുണ്ട്. അല്ല, ഇതുമായിട്ട് ഇപ്പം എന്താ പ്രശ്നം? അച്യുതനാണെങ്കിൽ മുന്നത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിത പറയുന്നുണ്ട്, അത് പോട്ടെ, നമ്മൾ അവൾക്ക് കൊടുത്ത സ്വർണ്ണമല്ലേ, അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ, അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ, അതിപ്പോൾ നമ്മൾ ബാധിക്കുന്ന കാര്യമില്ലല്ലോ, നീ എന്തിനങ്ങനെ അതുമ്പോൾ പിടിച്ച് കയറുന്നത്. പക്ഷേ അച്യുതൻ അത് വിടുന്ന ലക്ഷണമല്ല കേട്ടോ. കിട്ടിയൊരു ചാൻസ് അല്ലേ, മുതലാക്കണ്ടേ, ആ ഒരു മൈൻഡിലാണ് അച്യുതൻ നിൽക്കുന്നത്.
എല്ലാവരും ഇതെല്ലാം കണ്ടും കേട്ടും ഒന്നും അറിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. അച്യുതൻ വീണ്ടും പറയാണ് അതെങ്ങനെ ശരിയാവും, അവരെങ്ങനെ അത് വിൽക്കും, നമ്മൾ അവർക്ക് കൊടുത്തതല്ലല്ലോ, അവരടിച്ചുകൊണ്ട് പോയതല്ലേ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണ്ണമല്ലേ, അതും അവൾ വിൽക്കാനാണ് വന്നത്, അതും എൻ്റെ ഫൈനാൻസ് കമ്പനിയിലേക്ക്, അത് അവൾക്ക് അറിയില്ല, അറിയാതെ വന്ന് പെട്ടതാ. ഇതെല്ലാം കേട്ടിട്ട് ബാലനും ഗോമതിയും ആകെ ഷോക്കാവാൻ കേട്ടോ. അതെങ്ങനെ ശരിയാകും, സ്വർണ്ണം വിൽക്കുക, ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ അവർ മിത്രയോട് ചോദിക്കുന്നുണ്ട്, മോളെ മിത്ര നീ പറ, നീ എന്തിനാ ഈ സ്വർണ്ണം വിൽക്കാൻ പോയത്, എവിടെ നിന്ന് കിട്ടി ഈ സ്വർണ്ണം എന്ന് ചോദിക്കുമ്പോൾ മീനു അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവർ പറയുന്നുണ്ട് ഓ നിനക്കും അറിയാമോ. അങ്ങനെ പിന്നെ ഒടുവിൽ മിത്ര പറയുന്നുണ്ട് അച്ഛ അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ സ്വർണ്ണം വിൽക്കാൻ തന്നെയാണ് പോയത്, ഇത് എൻ്റെ സ്വർണ്ണം തന്നെയാണ്, ഇതെനിക്ക് പോലീസ് കണ്ടുപിടിച്ച് തന്നതാണ്, ചെറിയച്ഛൻ്റെ ഫൈനാൻസ് കമ്പനിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ പോവില്ലായിരുന്നു. അങ്ങനെ അവളെ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാറ് കേട്ടോ. സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഈ സ്വർണ്ണം കിട്ടി, ഞാൻ അപ്പോൾ തന്നെ ആര്യനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ എന്നോട് പറഞ്ഞത് അത് നീ തിരിച്ച് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കണം, അതായത് കൃഷ്ണമംഗലത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്തോ അത് ചെയ്യാൻ തോന്നിയില്ല, അതെൻ്റെ തെറ്റായിരിക്കാം. കാരണം ഞാനോർത്തു ഈ ഒരു സ്വർണ്ണം അച്ഛൻ എനിക്ക് വേണ്ടി തന്നതാണല്ലോ, അപ്പോൾ എന്തായാലും ഉപകാരപ്പെടട്ടെ, ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ എന്തായാലും പൈസ വേണമല്ലോ, അപ്പോൾ ഇത് വെച്ച് തുടങ്ങാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇതെല്ലാം കേട്ടപ്പോൾ അച്യുതൻ പറയുന്നുണ്ട് ഓ കൊള്ളാം, ഫാമിലി പ്ലാനിങ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഞങ്ങളുടെ സ്വർണ്ണം വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനല്ലേ, അതിന് അവളുടെ കരുവാക്കി എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാനിട്ടോ അച്യുതൻ. ഇതെല്ലാം കേട്ടിട്ട് ബാലനും എല്ലാവർക്കും നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ബാലൻ പറയുന്നുണ്ട് ആ സ്വർണം ഞങ്ങളല്ല എടുത്തത്, അത് മോഷണം പോയതായിരുന്നു, അത് പോലീസ് കൊണ്ട് തന്നു, മിത്രമോളത് മേടിക്കാൻ പോയതായിരുന്നു, അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മകൻ പറഞ്ഞത് എന്താ, അത് കൃഷ്ണമംഗലത്ത് കൊണ്ടുപോയി നിൻ്റെ അച്ഛൻ്റെ അടുത്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തോ ഒരു ബുദ്ധിമോശം കൊണ്ട് അവൾക്കത് വിൽക്കാൻ തോന്നി, അല്ലാതെ ഞങ്ങൾക്കതൊന്നും അതിനെപ്പറ്റി അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പക്ഷേ അച്യുതൻ അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. വീണ്ടും വീണ്ടും ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അച്യുതൻ. അപ്പോഴും ബാലൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു, മിത്രമോളെ ഞാൻ ഇതിന്ന് പിൻവലിപ്പിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പക്ഷെ അച്യുതൻ എന്നിട്ടും അമ്പര് വില്ലിന് അടുക്കുന്നില്ല. അങ്ങനെ ഒടുവിൽ അവൾ പറയുന്നുണ്ട് ഒന്ന് നിർത്ത്, ഞാൻ എല്ലാം പറയാം എന്നും പറഞ്ഞിട്ട് അവൾ സത്യങ്ങളെല്ലാം വിളിച്ച് പറയാൻ കേട്ടോ. അതായത് ഞാൻ ഇവിടുന്ന് ഒളിച്ചോടി പോയത് ഞാൻ ഒരിക്കലും ആര്യൻ്റെ കൂടെയല്ല, അത് വേറൊരാളായിരുന്നു, അയാൾ എന്നെ ചതിച്ചു, അങ്ങനെ അയാൾ എൻ്റെ സ്വർണ്ണമൊക്കെ എടുത്ത് മുങ്ങി, ഞങ്ങൾ ഗുരുവായൂരായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അയാൾ ആ സ്വർണം കൊണ്ടുപോയി, ഞാൻ ഒരുപാട് ഓടി, പക്ഷെ അയാൾ എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയി, അങ്ങനെ എനിക്ക് എൻ്റെ സ്വർണ്ണം നഷ്ടപ്പെട്ടു, പിന്നീട് പോലീസ് വഴിയാണ് എനിക്ക് ഈ സ്വർണ്ണം കിട്ടിയത് എന്നൊക്കെ അവളിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഞാൻ ഒരിക്കലും അയാളുടെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷെ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ കൊണ്ടുപോയത്, അങ്ങനെയാണ് ഞാൻ അയാളുടെ കൂടെ പോയത്, അല്ലാതെ ഒരിക്കലും അയാളുടെ കൂടെ പോകണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല, ഇതിൽ ആരും നിരപരാധിയാണ്, ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരെല്ലാം എൻ്റെ സ്വർണ്ണം എടുത്തത് എന്നൊക്കെ അവൾ വിളിച്ച് പറയുന്നുണ്ട്. അവൻ ശരിക്കും ഒരു ഫ്രോഡായിരുന്നു, എൻ്റെ സ്വർണ്ണമായിരുന്നു അവന് വേണ്ടത്, അവനത് എടുത്തപ്പോൾ തന്നെ ഞാൻ അവനെ വിലക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവനതൊന്നും മൈൻഡ് ആക്കാതെ എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ് ചെയ്തത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഈ ഗോമതിയുടെ രഹസ്യത്തിന് അവിടെ എത്തുമ്പോൾ എല്ലാവരും പേടിക്കുന്നുണ്ട്, മീനുവും ഗോമതി എല്ലാവരും വിറയ്ക്കുന്നുണ്ട്, പക്ഷെ അവളത് പറയാതെ കഥ മാറ്റിയിട്ട് പറയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ആശ്വാസം ആവുന്നുണ്ട്. ഗോമതി നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു ആശ്വാസം അവൾക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവൾ സത്യങ്ങൾ വിളിച്ച് പറയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആര്യനാണ് എന്നെ രക്ഷിച്ചത്, അതുപോലെ തന്നെ ആര്യനാണ് എന്നോട് പറഞ്ഞത് ഈ കാര്യമൊന്നും ആരെയും അറിയിക്കേണ്ട, നീ നാണം കെടുന്നൊക്കെ, അങ്ങനെയാണ് ഞാനത് ആരോടും പറയാതിരുന്നത്. പിന്നീട് എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തന്നെയാണ് ആര്യനോട് ആവശ്യപ്പെട്ടത്, മനസ്സില്ലാ മനസ്സോടെയാണ് ആര്യൻ എന്നെ വിവാഹം കഴിച്ചത്, അല്ലാതെ ആര്യനോട് തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ എന്നെ രക്ഷിച്ച ഒരാളെയാണ് നിങ്ങൾ കള്ള എന്ന് വിളിച്ചത്, ഇതാണ് നടന്നത് ചെറിയച്ച, എല്ലാവരും എന്നെ വിശ്വസിക്കുക, ആരും നിരപരാധിയാണ്, ഞാനാണ് തെറ്റുകാരി, അല്ലാതെ നിങ്ങൾ കരുതും പോലെ ഈ സ്വർണ്ണത്തിനോ എനിക്കോ വേണ്ടിയിട്ട് എന്നെ തട്ടിക്കൊണ്ടു വന്നതല്ല ആര്യൻ, നിങ്ങൾ വിശ്വസിക്കുക. ഇതെല്ലാം കേട്ട് എല്ലാവരും തരിച്ചു നിൽക്കുകയാണ് കേട്ടോ. ഇത്രയും കാലം വിശ്വസിച്ച സത്യങ്ങളെല്ലാം കള്ളായിരുന്നോ എന്നവർ ചിന്തിക്കുകയാണ്. അച്യുതനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് കിളി പോയി നിൽക്കുകയാണ് കേട്ടോ. തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഇത് കേട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. അനന്തനൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്, കാരണം ഇത്രയും കാലം ഇങ്ങനെ ഒരു തെറ്റ് ആര്യൻ്റെ മേലെ പഴി ചാരിയിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അതെല്ലാം കള്ളാണെന്നും ആര്യൻ നിരപരാധിയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു സഹതാപോ അതുപോലെ തന്നെ ഒരു മനസ്സിന് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ നന്ദിതയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, അതായത് അവർ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചതാണല്ലോ, രണ്ടുപേരും സാഹചര്യങ്ങൾ കൊണ്ട് കല്യാണം കഴിച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളോട് സംസാരിക്കുമ്പോൾ മിത്ര അത് എതിർക്കാണ് കേട്ടോ, അവൾ അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ അനുവിൻ്റെ കള്ളങ്ങളെല്ലാം വെളിച്ചത്താവും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക്